ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നെൻ്റെ ഹെയർ കെയറിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. യൂട്യൂബിൽ ഞാൻ ഈ അടുത്തിടെ ഇട്ട വീഡിയോസിലൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഹെയർ കെയർ എന്താണ് ചെയ്യുന്നത്, ഹെയർ റൂട്ടീൻ ഒന്ന് പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അതിന് മാത്രം ഹെയർ ഒന്നുമില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഹെയർ. ഇത്ര ഹെയറാണ് എനിക്കുള്ളത്. എൻ്റെ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ സിൽക്കി ഹെയറാണ്, സ്ട്രെയിറ്റ് ഹെയറാണ്. എനിക്ക് വലിയ നീളമുള്ള മുടിയൊന്നുമില്ല, ഒരുപാട് തിക്കുള്ള മുടിയൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ ഹെയറിനെ എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറയാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മുടി എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കണം എന്നുള്ളതാണ്. ഞാൻ ആഴ്ചയിൽ 2 വട്ടം മുടിയിൽ എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡാബറിൻ്റെ അംല എന്ന് പറയുന്ന ഓയിലാണ്. അത് എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് സുലഭമായി കിട്ടുന്ന ഒരു ഓയിൽ അതായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. ഓയിൽ ഏതാണെന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ നന്നായിട്ട് അത് എത്രത്തോളം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് മുടിക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം നന്നായിട്ട് എണ്ണ തേക്കാം. ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മസാജ് നോർമൽ കൈ വെച്ചിട്ടുള്ള മസാജാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടുള്ള മസാജ് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ എണ്ണ തേക്കുന്നത്. പിന്നെ നമ്മളിത് തലയിൽ വെച്ചിരിക്കണം എന്നില്ല, കാരണം വെച്ചിരുന്നാൽ വീണ്ടും ഡസ്റ്റൊക്കെ അടിച്ച് വീണ്ടും മുടി ചളിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ച് വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഹെയർ ഫോൾ ഇച്ചിരി കൂടുതലായിരുന്നു. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ബോഡി വൈസിൻ്റെ ഗമ്മീസ്. ഡെയിലി കഴിക്കാൻ ഞാൻ മറന്നു വെച്ചാലും ഞാൻ ആഴ്ചയിൽ ഒരു 4 എണ്ണമൊക്കെ കഴിക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ ഒരു ഹെയർ ഗ്രോത്ത് കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന ഒരു സെറം. നമുക്കതിങ്ങനെ സ്കാൽപ്പിലിങ്ങനെ ഡ്രോപ്പായിട്ട് നമ്മളത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ നല്ലതാണ്, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എല്ലാതും നമ്മളിങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മുടിക്ക് ഹെയറിനൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാവും. പിന്നെ ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നൈറ്റൊക്കെ അങ്ങനെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങും. അപ്പോൾ ഇതൊക്കെ ഈ വക പ്രൊഡക്ട്സൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാഷ് ചെയ്ത് കളയണം. ഷാമ്പു വാഷ് തന്നെ വേണം. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ പറയുന്ന പോലെ നമ്മളൊരു 2 ഡേയ്സ് നമ്മൾ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഷാമ്പു വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഹെയർ കോൺസെൻട്രേറ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഷാമ്പു വാഷ് ചെയ്തിട്ട് കളയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാതും നമ്മൾ തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നത് തന്നെയാണ് തലമുടി വളരാൻ ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിനൊക്കെ പുറമെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്പാ ക്രീം ഞാൻ മാസത്തിൽ 1 വട്ടം മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഹെയർ സ്പാ ക്രീം ഓൺലൈനിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് മുടിയുടെ മുകളിൽ തൊട്ട് താഴെ വരെ നന്നായിട്ട് ആ ക്രീം മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും എല്ലാവിടെയും മുഴുവനായിട്ടും ഈ ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് തലയിൽ ഈ സ്റ്റീമർ വെച്ചിട്ട് മുടീനെ നമ്മൾ മൊത്തത്തിൽ ഈ ക്രീമൊക്കെ സ്പാ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മുടീനെ ഇങ്ങനെ കെട്ടി വയ്ക്കുക, മുകളിലായിട്ട് കെട്ടി വെച്ചിട്ട് ഈ സ്റ്റീമർ അതിന് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊരു തെർമൽ സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചൂടിങ്ങനെ വരും. ആ ചൂട് കുറച്ച് നേരം ഒരു 20 മിനിറ്റ്സ് നമ്മളതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഈ ഹെയർ സ്പാ ചെയ്യുന്ന സമയത്ത് മുടി അതിന് മുന്നേ തന്നെ ഷാമ്പു വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ നോർമൽ വാഷാണ് ചെയ്യേണ്ടത്. ഞാനിത് ചെയ്യുന്ന ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമ്മൾ ഈ ഹെയർ കോൺസെൻട്രേറ്റ് തലയിൽ അപ്ലൈ ചെയ്യും. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1 ഹവറൊക്കെ ഓയിൽ തലയിൽ വെച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്യുക. അടുത്തതായി നമ്മൾ മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വക എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരേ സൈഡിലൂടെ വകയെടുത്ത് വരുമ്പോൾ മുടി ഇങ്ങനെ കയറി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് അവിടെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. നമ്മളിങ്ങനെ വകയെടുക്കാതെ ഇങ്ങനെ ക്രോസായിട്ട് വകയെടുക്കണം. അങ്ങനെ അതുപോലെ തന്നെ മാറി വകയെടുക്കുക. ഒരു ദിവസം റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താൽ അടുത്ത ദിവസം ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക. അങ്ങനെ മാറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ നെറ്റി കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഞാനെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സൈഡിൽ ഇങ്ങനെ മുടി കുറച്ച് കയറി വരുന്ന പോലെ എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാനീ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അതിൽ എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം.
നന്ദി, നമസ്കാരം, ബൈ.